കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രക്രിയ ചെയ്തിരുന്നെങ്കിൽ അവിടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നു. അപ്പൊ തൃശ്ശൂരോ? സുരേഷ് ഗോപി തോക്കുമായിരുന്നോ? തൃശ്ശൂർ സുരേഷ് ഗോപി തോക്കുമായിരുന്നോ? എന്ത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രാജീവ് ജയിക്കുമായിരുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപി തോക്കുമായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂരെ കാര്യമായിരുന്നാലും തിരുവനന്തപുരത്തെ കാര്യമായിരുന്നാലും ഇപ്പം ഇന്ത്യ SIR നടപ്പാക്കിയിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നു. എന്റെ ചോദ്യം, SIR നടപ്പാക്കിയിരുന്നെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി തോക്കുമായിരുന്നോ? സുരേഷ് 78,000 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അല്ല, നിങ്ങൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ചെറിയ ഭൂരിപക്ഷത്തിനാണ് തോറ്റുപോയത്. ഓക്കെ, രാജീവ് ചന്ദ്രശേഖർ തോറ്റത് ഒരുപാട് വോട്ടിനല്ല. ഓക്കെ, SIR നടപ്പാക്കിയിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി തോക്കുമായിരുന്നോ? ജയിക്കുമായിരുന്നു. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞില്ല ഇത്ര വോട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തെന്ന്. ഇതൊക്കെ കള്ളവോട്ടാണ്. ഇവർ രണ്ടു കൂട്ടരും ചേർത്ത കള്ളവോട്ടാണ്. അപ്പൊ ഈ കള്ളവോട്ട് ഇവർക്ക് വേണ്ടി മാത്രം, നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അപ്പൊ ഈ സുഭാഷ് ഗോപിയും ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും ഒക്കെ ചെയ്ത വോട്ട് എങ്ങനെയാണ്? അതെന്തിനാണ് വെട്ടിമാറ്റിയത്? ഒറ്റ ചോദ്യം സുഭാഷ് ഗോപിയുടെയും സുരേഷ് ചേട്ടൻ സുഭാഷ് ഗോപിയുടെയും BJP നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ വോട്ടുകൾ വെട്ടിമാറ്റിയത് പ്രക്രിയ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഒരു കാര്യം പ്രത്യേകം പറയാം. അതായത് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നും എത്രയോ തൊഴിലാളികൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ എത്രയോ തൊഴിലാളികളുണ്ട്. അവരിവിടെ സ്ഥിരമായിട്ട് താമസിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവരിവിടെ വോട്ട് ചേർത്തിട്ടുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ. പക്ഷേ അവർക്ക് അവരുടെ നാട്ടിൽ വോട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഈ പ്രക്രിയ പ്രകാരം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒറ്റ സ്ഥലത്തെ വോട്ടുണ്ടാകുകയുള്ളൂ.